നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ പാലിക്കാനായില്ലെങ്കിൽ രാജ്യം വിട്ടു പോകാമെന്ന് സോഷ്യൽ മീഡിയ ഭീമനായ വാട്സാപ്പിനോടും അതിന്റെ മാതൃസ്ഥാപനമായ മെറ്റയോടും സുപ്രീം കോടതി അന്തിമ താക്കീത് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കാൻ അനുവദിക്കില്ല എന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മെറ്റ, വാട്സാപ്പ് തുടങ്ങിയവയുടെ സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനയോടുള്ള ബഹുമാനം ഒരു തിരഞ്ഞെടുപ്പല്ല, അത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിനും നിർബന്ധമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഇത് അതേപടി ബാധകമാണ്. വാട്സാപ്പ്, മെറ്റ പോലുള്ള ആഗോള കോർപ്പറേഷനുകൾ ഭരണഘടന അനുസരിക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യുക എന്ന സുപ്രീം കോടതിയുടെ ശക്തമായ നിലപാട് രാജ്യത്തിന്റെ നിയമപരമായ ആത്മഗൗരവവും പൗരന്മാരുടെ അവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയും തുറന്നുകാട്ടുന്നത്. ഈ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ്. വാട്സാപ്പിന്റെ 2021 സ്വകാര്യതാ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ 213.14 കോടി രൂപ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ വിധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത മെറ്റയും വാട്സാപ്പും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മെറ്റയുമായി പൗരന്മാരുടെ സ്വകാര്യ ഡാറ്റ, വാട്സാപ്പ് വിവരങ്ങൾ പങ്കിട്ടതിനാണ് പിഴ ചുമത്തിയിരുന്നത്. ഡാറ്റ ഷെയറിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത വെച്ചു കളിക്കാൻ അനുവദിക്കില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേസിൽ ഫെബ്രുവരി 10 ഉത്തരവിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സ്വകാര്യത ഒരു അടിസ്ഥാന അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 അവിഭാജ്യ ഘടകമാണ് സ്വകാര്യത. അതായത് ഒരു വ്യക്തിയുടെ ഡാറ്റ, ആശയവിനിമയം, ഡിജിറ്റൽ ജീവിതം ഇവയെല്ലാം ഭരണഘടനയുടെ സംരക്ഷണത്തിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് വാട്സാപ്പ്, മെറ്റയുടെ ഡാറ്റ ശേഖരണ നയങ്ങളും സ്വകാര്യതാ നിബന്ധനകളും സുപ്രീം കോടതി കടുത്ത പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. വാട്സാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന വാക്ക് മുന്നോട്ട് വെച്ച് ഉപഭോക്താക്കളെ ആശ്വസിപ്പിക്കുമ്പോഴും യാഥാർത്ഥ്യത്തിൽ മെറ്റാഡേറ്റ ശേഖരണം, പ്രൊഫൈലിംഗ്, പരസ്യ ലക്ഷ്യവൽക്കരണം എന്നിവയിലൂടെ പൗരന്മാരുടെ സ്വകാര്യതയെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നു എന്ന ആശങ്ക ശക്തമാണ്. ആരുമായി സംസാരിക്കുന്നു, എപ്പോൾ സംസാരിക്കുന്നു, എവിടെ നിന്നാണ് ബന്ധപ്പെടുന്നത്, ഇതെല്ലാം വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചിത്രം നൽകുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ വ്യാപാര ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിന് എതിരാണ്. സുപ്രീം കോടതി ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് സമ്മതം എന്ന ആശയത്തിന്റെ സത്യസന്ധതയാണ്. ഒരു അടിസ്ഥാന ആശയവിനിമയ സേവനം ഉപയോഗിക്കാൻ സ്വകാര്യത ത്യജിക്കണമെന്ന് നിർബന്ധിക്കുന്നത് ഭരണഘടനാപരമായി അംഗീകരിക്കാനാവും. കോടതി ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. പൗരന്റെ അവകാശം കോർപ്പറേറ്റ് ലാഭത്തെക്കാൾ വലുതാണെന്ന് സുപ്രീം കോടതി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഡേറ്റ സോവറിറ്റി ഇന്നത്തെ കാലത്ത് ദേശീയ സുരക്ഷയോട് ചേർന്ന ഒരു വിഷയമാണ്. ഇന്ത്യൻ പൗരന്മാരുടെ ഡേറ്റ ഇന്ത്യയുടെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം. വിദേശ കോർപ്പറേഷനുകളുടെ നയങ്ങളും വ്യവസ്ഥകളും ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മറികടക്കാൻ അനുവദിക്കാനാവില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിലപാട് ഒരു ഭീഷണിയല്ല, അത് ഭരണഘടനാപരമായ അവകാശമാണ്. മെറ്റ പോലുള്ള കമ്പനികളുടെ ബിസിനസ് മോഡൽ തന്നെ സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന ആശയത്തോട് ചേർന്നതാണ്. ഉപഭോക്തൃ ഡേറ്റ ശേഖരിച്ച് വിശകലനം ചെയ്ത് ലാഭമുണ്ടാക്കുക. എന്നാൽ ഇന്ത്യ പോലൊരു ജനാധിപത്യത്തിൽ പൗരന്റെ അവകാശങ്ങൾക്ക് മേൽ ഈ മോഡൽ നടപ്പാക്കാൻ കഴിയില്ല. ലാഭത്തിനായി സ്വകാര്യതയെ ബലിയർപ്പിക്കുന്നത് ഭരണഘടന അംഗീകരിക്കുന്നില്ല. അതാണ് സുപ്രീം കോടതി ശക്തമായി ഇവിടെ വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ടെക് വിരുദ്ധതയല്ല, മറിച്ച് ഭരണഘടന അനുകൂലതയാണ്. നിയമത്തിന്റെ ആധിപത്യം ഉറപ്പാക്കുക എന്നതാണ് സുപ്രീം കോടതിയുടെ ദൗത്യം. വൻകിട കമ്പനികൾക്ക് പ്രത്യേക ഇളവുകൾ നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇത് ചെറിയൊരു മുന്നറിയിപ്പല്ല, ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന കർശനമായ സന്ദേശമാണ്. ഇന്ന് സുപ്രീം കോടതി എടുത്ത ഈ നിലപാട് ഭാവി തലമുറകൾക്ക് കൂടിയുള്ള ഒരു സംരക്ഷണ കവചമാണ്. ഡിജിറ്റൽ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർ ഉൽപ്പന്നങ്ങളല്ല, അവകാശങ്ങളുള്ള വ്യക്തികളാണ്. അവരുടെ സ്വകാര്യത, അവരുടെ ഡേറ്റ, അവരുടെ സ്വാതന്ത്ര്യം ഇവയെല്ലാം സംരക്ഷിക്കാൻ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ സുപ്രീം കോടതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സാപ്പ്, മെറ്റയോടുള്ള സുപ്രീം കോടതിയുടെ ഉറച്ച നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ ആവശ്യകതയാണ്. ഭരണഘടനയ്ക്ക് മുകളിലല്ല ആരും, കോർപ്പറേറ്റുകൾ പോലും. ഇന്ത്യയിൽ തുടരണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയെ തലകുനിച്ച് അംഗീകരിക്കണം. ഇതാണ് നിയമം, ഇതാണ് നീതി, ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം.